നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശരിയാ, ശ്യാമ പൊളിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പൊളിച്ചങ്ങോട്ട് അടിക്കും. മോള് പറഞ്ഞത് ശരിയാ. ശ്യാമയുടെ പാട്ട് അവള് പാടി അവസാനിപ്പിച്ചപ്പോ എന്റെ കണ്ണു നിറഞ്ഞുപോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ശ്യാമ നന്നായി പാടുമെന്ന് ഞാൻ ഇവിടെ ഉള്ളവരോട് പലതവണ പറഞ്ഞു. ആരും അത് അംഗീകരിച്ചില്ല. ഓരോ ന്യായങ്ങൾ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതുപോലെ ശ്യാമ പ്രശസ്തയായില്ലേ? ഇനി ഈ കുടുംബത്തിൽ എല്ലാവരും ശ്യാമയുടെ പേരിൽ അറിയപ്പെടും. പക്ഷേ മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇനി എന്ത് പ്രശ്നം? ശ്യാമ ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായില്ലേ? അതാണ് പ്രശ്നം. ഇനി നമ്മുടെ അഖിയാരാ? അഖിയാരാന്ന് ഐശ്വര്യക്ക് അറിയില്ലേ? ശ്യാമയുടെ ഹസ്ബൻഡ്. ഇതുവരെ അങ്ങനെ ആയിരുന്നു. ഇനി നമ്മുടെ അഖിയുടെ ഹസ്ബൻഡ് ശ്യാമയാവോന്നാ നമ്മള് പേടിക്കേണ്ടത്. മനസ്സിലായില്ല? അച്ഛൻ പറഞ്ഞതുപോലെ ശ്യാമ ഇപ്പോ 4 ആൾ ആരാധിക്കുന്ന പാട്ടുകാരിയാ. നമ്മുടെ അഖിയോ വെറും ഒരു പച്ചക്കറി കടക്കാരൻ. അപ്പൊ നമ്മുടെ അഖിക്ക് ശ്യാമയുടെ അടിമയാവാതെ പറ്റില്ലല്ലോ. ഇപ്പൊ വിൻ ചെയ്തപ്പോ തന്നെ ശ്യാമയുടെ നിറം മാറുന്നത് ഞാനും അമ്മയും ശ്രദ്ധിച്ചതാ. അഖിക്ക് അവൾ അവിടെ ഫ്ലോറില് പുല്ല് വിലയാ കൊടുത്തത്. പല മ്യൂസിക് ഷോയും ഞാൻ കണ്ടിട്ടുണ്ട്. 1ാം സ്ഥാനം കിട്ടുന്നവര് അവരെ ആ നിലയിൽ എത്തിച്ചവരാരോ അവരെ ഒപ്പം നിർത്തിയിട്ടാണ് ട്രോഫിയും ചെക്കും ഒക്കെ വാങ്ങുന്നത്. അവിടെ ശ്യാമ ചെയ്തതോ അത് എല്ലാരും കണ്ടതാണല്ലോ. ആക്കി ഫ്ലോറിന് താഴെ വെറും ഒരു കാഴ്ചക്കാരനെ നിന്നിട്ട് കൈയടിക്കുന്നു. അവിടെ അഖിക്കല്ല, ആ GK സാറിനാ ശ്യാമ പ്രാധാന്യം കൊടുത്തത്. അവൾക്ക് വേണ്ടി എല്ലാ ഐശ്വര്യങ്ങളും ഉപേക്ഷിച്ച് പച്ചക്കറിക്കടക്കാരനായി അധപ്പതിച്ച ആളാക്കി. ആ ഒരു നന്ദി അതും വേണ്ട, ചെറിയൊരു പരിഗണന അതവൾ അഖിക്ക് കൊടുത്തോ? പറയ്, അച്ഛൻ തന്നെ പറയ്. ശ്യാമ അവാർഡ് വാങ്ങി, അതിനെന്താ? അതൊരു വലിയ കാര്യമായിട്ട് കാണണം. നിങ്ങൾക്കെല്ലാവർക്കും അത് നിസ്സാര കാര്യമായിരിക്കും, പക്ഷേ എനിക്കത് വലിയ കാര്യം തന്നെയാണ്. ശ്യാമ എന്റെ മോനെ അങ്ങനെ അവഗണിക്കാൻ പാടില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.